ഹലോ ഫ്രണ്ട്സ്, RG വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യ സ്റ്റൈൽ മധുരപ്പച്ചടിയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ: അരക്കപ്പ് പൈനാപ്പിൾ, അരക്കപ്പ് നേന്ത്രപ്പഴം, വേപ്പില, അര ഗ്ലാസ് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു മുറി നാളികേരം, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്. അപ്പോൾ ഈ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ചട്ടിയിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാം. പൈനാപ്പിൾ 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രമാണ് നേന്ത്രപ്പഴം ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ പഴവും പൈനാപ്പിളും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരപ്പച്ചടിയാണിത്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ പൈനാപ്പിളിന് കുറച്ച് മധുരവും കുറവായിരുന്നു, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴവും പൈനാപ്പിളും നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഒരു മുറി നാളികേരവും 1 ടീസ്പൂൺ കടുകും 2 പച്ചമുളകും അധികം വെള്ളമില്ലാതെ ചേർത്ത് അരച്ച മിശ്രിതമാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. പച്ചടിയിലൊന്നും നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അധികം വെള്ളം ചേർക്കില്ല. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറിയുടെ പുളിയൊന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൂട്ടം നമ്മുടെ മധുരപ്പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ഭംഗിക്കായിട്ട് സാധാരണ എല്ലാവരും സീഡ്ലെസ് മുന്തിരി ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിൽ മുന്തിരി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഉണക്കമുന്തിരിയാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരി ചേർക്കാം. താങ്ക് യു.